ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ലോൺസസ്റ്റണിലെ ഞങ്ങൾ വന്നതിന് ശേഷമുള്ള ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ട ദിവസമാണ്. 35 ഡിഗ്രി ആയിരുന്നു ഇന്ന് പകലത്തെ ചൂട്. ഇപ്പോൾ ഇവിടെ സമയം രാത്രി 9 മണിയായി. ഇപ്പോൾ 24-25 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത്. 25 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ നിന്ന് അത്യാവശ്യം നല്ല ചൂടാണ് കേട്ടോ. സൺലൈറ്റ് ഡയറക്റ്റ് നമുക്ക് കിട്ടുന്നതുകൊണ്ട് നമുക്ക് നാട്ടിലെ ഒരു 40-45 ഡിഗ്രിയുടെ എഫക്റ്റാണ് ഈ പറയുന്ന 25-35 ഒക്കെ ടെമ്പറേച്ചർ. ഇപ്പോൾ തന്നെ നോക്കൂ, ആകാശം ഇങ്ങനെ എന്താ പറയുക, കത്തി ജ്വലിച്ച് നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നു. സത്യത്തിൽ അതായിരുന്നു ഇന്നത്തെ ഇവിടുത്തെ അവസ്ഥ. 8 മണിക്കൂർ ഞാനിന്ന് പകൽ ഇതുവരെ ഡ്രൈവ് ചെയ്തു. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഓസ്ട്രേലിയ വന്നിട്ട് വെള്ളം കുടിച്ച ദിവസമാണെന്ന്. ഒരു ചുരുങ്ങിയത് ഒരു 6 ലിറ്റർ വെള്ളമെങ്കിലും ഞാനിന്ന് കുടിച്ചിട്ടുണ്ടാവും. അതുപോലെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഉള്ളൊരു ആശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ വിയർത്ത് ഇതാവത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഹ്യൂമിഡിറ്റിയുടെ ഇത് ഇല്ലാത്തതുകൊണ്ട് തന്നെ വിയർക്കത്തില്ല. അതൊരു ആശ്വാസമാണ്. എങ്കിലും ഇത്രയും ചൂട് അതും ടാസ്മാനിയ ഓസ്ട്രേലിയയിലെ ഏറ്റവും തണുപ്പുള്ള സ്റ്റേറ്റുകളിൽ ഒന്നാണെന്നാണ് പറയുക. പക്ഷേ അയർലൻഡിൽ നിന്ന് വന്ന എനിക്ക് ഇവിടെ ഇതുവരെ അങ്ങനെ തണുപ്പ് തോന്നിയിട്ടില്ല. അയർലൻഡിൽ ഇപ്പം -2, -3 ഒക്കെയാണ് ഈ സെയിം സമയത്ത്. പക്ഷേ ഇവിടെ ആ സ്ഥാനത്ത് 35 ഡിഗ്രി ടെമ്പറേച്ചറാണ്. മിക്കവാറും ഒരു മാർച്ച് എൻഡോടുകൂടി തണുപ്പാകും ഇവിടെ. അപ്പോഴത്തേക്ക് അതുപോലെ തണുപ്പും വരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇത് മച്ച് മോറാണ്. അയ്യോ, പിന്നെ 2026 എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിലെ വളരെയധികം സന്തോഷമുള്ള സവിശേഷതകളുള്ളൊരു വർഷമാണ്. ഞങ്ങൾ ഓസ്ട്രേലിയയിൽ എത്തിയിട്ട് 4 മാസങ്ങളായി. ഈ 4 മാസത്തിനിടയ്ക്ക് ഈശ്വരാനുഗ്രഹത്താൽ 2 അമ്മമാരെയും, സ്മിതയുടെ അമ്മയെയും എൻ്റെ അമ്മയെയും ഞങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു. ഞങ്ങളോടൊപ്പം ഉണ്ട്. സ്മിതയുടെ ഇളയ അനിയത്തിക്ക് ഇവിടെ തന്നെ ടാസ്മാനിയ തന്നെ ഹൊബാർട്ട് യൂണിവേഴ്സിറ്റിയിൽ നഴ്സായിട്ട് ജോലി കിട്ടി. അപ്പോൾ അനിയത്തി വന്ന കൂടെ 2 അമ്മമാർക്ക് ഞങ്ങൾ വിസയ്ക്ക് ഇട്ടു. 2 പേരെ ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റി. ഇപ്പോൾ സ്മിതയുടെ അനിയത്തിയുടെ 2 കുട്ടികൾ, ഞങ്ങളുടെ 2 അമ്മമാർ, ഞങ്ങൾ കുട്ടികൾ എല്ലാം ആയിട്ട് ഒരു കൂട്ടുകുടുംബമായിട്ട് നാട്ടിലെങ്ങനെ ജീവിച്ചോ അതേപോലെ ഒരു കൂട്ടുകുടുംബമായിട്ട് കഴിഞ്ഞ 5 ദിവസങ്ങളായിട്ട് കൃത്യം 1-ാം തീയതിയാണ് അവരിവിടെ ലാൻഡ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾക്ക് ഈ വർഷത്തെ ന്യൂ ഇയറിന് ദൈവത്തിന് തരാൻ നൽകി കഴിഞ്ഞ ഏറ്റവും വലിയ ഗിഫ്റ്റാണത്. നിർഭാഗ്യവശാൽ അമ്മയ്ക്ക് പനിയായിരുന്നു. അമ്മയ്ക്ക് പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടി. എന്തായാലും റിക്കവറി ആയി വരുന്നു. അതൊഴിച്ചാൽ ഈ ന്യൂ ഇയർ വളരെ സവിശേഷതകളുള്ളതാണ്. ഇനി അങ്ങോട്ടുള്ള എല്ലാ വർഷങ്ങളും ഇങ്ങനെ സന്തോഷങ്ങൾ സമ്മാനിക്കുന്നതാവട്ടെ എന്ന് ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഈ വർഷം നന്മയുടെ വർഷമായി മാറട്ടെ. എല്ലാവരോടും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.